ദില്ലിയിലെ ജലക്ഷാമത്തിൽ നിരാഹാര സമരത്തിലായിരുന്ന മന്ത്രി അതിഷിയെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് അതിഷിയെ LNJP ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിഷി നിരാഹാര സമരം അവസാനിപ്പിച്ചതായി ആം ആദ്മി പാർട്ടി അറിയിച്ചു. ദിവസേന 1000 ലക്ഷം ഗ്യാലൻ വെള്ളം നൽകാത്ത ഹരിയാന സർക്കാരിനെതിരെ നടത്തിയ നിരാഹാര സമരത്തിനിടെ ആരോഗ്യനില വഷളായതോടെയാണ് അതിഷിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹരിയാന വെള്ളം വിട്ടുകൊടുക്കാത്തതിനാൽ കടുത്ത കുടിവെള്ള പ്രതിസന്ധിയിലാണ് ദില്ലി. നിരാഹാര സമരം 5ാം ദിവസത്തിലേക്ക് കടന്ന ഇന്ന് പുലർച്ചെയാണ് LNJP ആശുപത്രിയിൽ അതിഷിയെ പ്രവേശിപ്പിച്ചത്. മന്ത്രിയുടെ രക്തസമ്മർദ്ദവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. അതിഷി നിരാഹാര സമരം അവസാനിപ്പിച്ചതായും ആം ആദ്മി പാർട്ടി അറിയിച്ചു. അതേസമയം ദില്ലിയിലെ കുടിവെള്ള പ്രശ്നം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗ് പറഞ്ഞു. लेकिन सारी विपक्षी पार्टियों को लामबंद करके संसद के अंदर पानी की आवाज को बुलंद करने का काम हम लोग करेंगे. दिल्ली में पानी की उपलब्धता हो, ये प्रयास हम लोग करेंगे. അതിനിടെ അതിഷിയെ പരിഹസിച്ച് BJP രംഗത്ത് വന്നു. എയർ കണ്ടീഷൻ ചെയ്ത സത്യാഗ്രഹങ്ങൾ ജനങ്ങൾക്കു വേണ്ടിയല്ലെന്ന് BJP ദില്ലി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ വിമർശിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.